പ്രിയമുള്ളവരെ, സംഗമമാണ്. കാരണം ഇന്നലെ രാത്രി 7:30 എന്നെ ഇവിടെ വെച്ച് ഒരു മദ്യപൻ എന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അന്വേഷണത്തിലാണ് ചടയമംഗലം പോലീസ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ അവരിവിടെ എത്തിച്ചേരും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞങ്ങളുടെ മാധ്യമ കൂട്ടായ്മയിലെ ഓരോ വ്യക്തികളും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ പെരപ്പൻ ബിജു അമ്മച്ചി വീട്, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത് ശ്രീ ബിജു ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ എനിക്ക് വേണ്ടി സംസാരിക്കുവാനെത്തിയ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയും, ഞാൻ എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എൻ്റെ മാനസികമായുള്ള വിഷമമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഞാൻ ആയൂട്ടൂർ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് കൊട്ടാരക്കര മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ആളുകളും ആയൂട്ടൂർ ന്യൂസ് എന്ന ഒറ്റ വാക്കുകൊണ്ട് എന്നെ തിരിച്ചറിയുന്നവരാണ്. എന്നിട്ട് പോലും എൻ്റെ നാട്ടിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നുവെങ്കിൽ അത് എന്നെ അറിയുന്ന ആള് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നതിലാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. നടപടി സ്വീകരിച്ചതിന്റെ കാരണം ഇനിയൊരിക്കലും ഇതുപോലെ കൈകൾ നമുക്ക് നേരെ ഉയരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഇവിടെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ സംസാരിച്ചതിന്റെ പേരിലാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എങ്കിൽ ഇത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് നിങ്ങളുടെ ഒന്നും ഭീഷണിയൊന്നും ഞാൻ വകവയ്ക്കുന്ന ആളല്ല എന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മദ്യപ സംഘത്തിനെതിരെയും ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരെയും ശക്തമായ നിലപാട് ആയൂട്ടൂർ ന്യൂസ് എടുക്കും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഇവിടുത്തുകാരനാണ്, ഇവിടെ ജനിച്ചു വളർന്നവനാണ് എന്ന് അവരൊക്കെ ഒരുപക്ഷെ വിചാരിക്കും. ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ മൊബൈലൊക്കെ തൂക്കിപ്പിടിച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ആരുമില്ല, ഞങ്ങളെയൊക്കെ ബന്ധപ്പെടാൻ ആരുമില്ല, ഞങ്ങൾക്ക് സംഘടനയൊന്നുമില്ല, ഞങ്ങൾ ഒന്നിച്ചാൽ കൂടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ മുന്നിലേക്കാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് സംഘടനാ ബലമുണ്ട്, ഞങ്ങൾക്ക് ആളുകളുണ്ട്, ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളുകളുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയക്കാരുടെയും ആവശ്യമില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ് ആക്കൽ. പക്ഷെ അവരാരെയും ഞാൻ ഇവിടെ വിളിച്ചിട്ടില്ല. കാരണം ഞങ്ങളൊരു മീഡിയ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് നിങ്ങൾക്കറിയോ, ഇവിടെ മനോരമയ്ക്കും മാതൃഭൂമിക്കും അടക്കം ഇവിടെയുള്ള ഓരോ അച്ചടി മാധ്യമങ്ങൾക്കും വാർത്തകൾ എഴുതി കൊടുക്കുന്ന ആളാണ് ഞാൻ. അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഒരു പല വാർത്തകളും അവരെന്നെയാണ് ക്ഷണിക്കുന്നത്, എന്നെയാണ് വിളിക്കുന്നത്. ഇവിടെ ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്, അതിന്റെ വാർത്തകൾ ഞങ്ങൾക്കൊന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞ ആ വാർത്തകൾ എഴുതി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഈ കാണുന്ന മുജീബ് ആക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു മൊബൈലൊക്കെ തൂക്കിപ്പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരാളല്ല. മറിച്ച് ഞാനൊരു സംഘടനയുടെ ആളാണ്. ഞാൻ വ്യക്തമായി പറയുന്നു, ഇനി മേലിൽ എന്റെ നേരെ ഉയരുന്ന ഓരോ കൈകളും തട്ടിമാറ്റാൻ ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെ ഉപദ്രവിക്കാമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്ക് സംഘടനയുണ്ട്, ഞങ്ങൾക്ക് സംഘടനാ രീതികളുണ്ട്, ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കളിയാക്കലിന്റെ സ്വരമല്ല, മറിച്ച് ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന വാർത്തകൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നവരാണ് ഓൺലൈൻ മാധ്യമക്കാർ. അതിനുശേഷമേ വലിയ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അതിന്റെ പിറ്റേ ദിവസമേ നമുക്കിവിടെ പത്രമാധ്യമങ്ങളൊക്കെ ആ വാർത്തകൾ വായിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും മുന്നേ നിങ്ങളുടെ കൈകളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നവർ എന്നുള്ള നിലയിൽ ഓൺലൈൻ മീഡിയയെ നിങ്ങൾ ബഹുമാനിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഓൺലൈൻ മീഡിയയാണ് ഈ നാടിന്റെ ശക്തി. ഞങ്ങളൊന്ന് ഇറങ്ങിത്തിരിച്ചാൽ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അവർ കൃത്യമായി ഇടപെടും, അവർ സംസാരിക്കും, അവർ വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ ആരെയും ശല്യം ചെയ്യില്ല. പക്ഷേ മറിച്ച് നിങ്ങൾ ഞങ്ങൾക്കൊരു ശല്യക്കാരായി വരാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന അനീതിക്കും അക്രമത്തിനും അതുപോലെ തന്നെ ഈ ഒരു മദ്യപ സംഘത്തിനും മയക്കുമരുന്ന് സംഘത്തിനുമെതിരേക്ക് ഞങ്ങൾക്ക് ശബ്ദിക്കാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ശബ്ദിക്കും. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കൊന്നെടുക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഒന്ന് കൊന്നെടുക്കുക, ഞങ്ങൾ 100 പേര് വീണ്ടും വരും. ഞങ്ങളുടെ കയ്യിലൊരു മൊബൈലുണ്ട്, നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ
ആ മൊബൈൽ മാത്രം വഴി ഞങ്ങൾക്കിവിടെ സംസാരിക്കുവാൻ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാം, ആർക്കെങ്കിലും സുഖമില്ലാതെ കിടക്കുമ്പോൾ ഞങ്ങളെയാണ് സമീപിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണം, ഞങ്ങൾക്ക് യാതൊരു നിവർത്തിയില്ല, എന്തെങ്കിലും ഒരു 1000 കിട്ടുന്നതിന് കിട്ടട്ടെ, 2000 കിട്ടുന്നതിന് കിട്ടണേ, എത്രയോ സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ ഒരു പൈസയും വാങ്ങാതെ ഫ്രീ ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ തോന്നി ഞങ്ങൾക്ക് ഭയങ്കര വരുമാനമാണെന്ന്. ഒരു വരുമാനവും ഇല്ല. ഞങ്ങളുടെ സ്വന്തം കാശ് കീശയിൽ നിന്ന് എടുത്ത് പോയി എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങൾ നിങ്ങളിലേക്ക് നല്ല വീഡിയോകൾ അതുപോലെ തന്നെ നല്ല വാർത്തകളൊക്കെ എത്തിക്കുന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ യാതൊരു വിധത്തിലുള്ള പ്രയോജനമില്ല. പിന്നെ സജീവ് ഭായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒരു പരസ്യം തരും, ചിലപ്പോൾ ഒരു 1000 രൂപ 500 രൂപ തരും. അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏക വരുമാന മാർഗം എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ കരുതുന്ന പോലെ വലിയ ഭീമമായ തുകയൊന്നും ഞങ്ങൾക്ക് ആർക്കും കിട്ടാറില്ല. പക്ഷേ ഞങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ ഞങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ എപ്പോഴും ഇറങ്ങിത്തിരിക്കുന്നതും. എന്ത് കാര്യം പാതിരാത്രിയിൽ പോലും ആളുകൾ വിളിച്ച് ഞങ്ങളെ ഉണർത്തി ഞങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ വാർത്ത എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പാതിരാത്രിയിൽ കൊച്ചുകുളപ്പങ്ങൾ ചിലപ്പോൾ കൂടെ കിടക്കുന്ന ഭാര്യമാർ പോലും ചിലപ്പോൾ അറിയത്തില്ല ഞങ്ങൾ പോകുന്നത് വരുന്നു. അങ്ങനെ ഞങ്ങൾ റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ായിരുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ആയൂത്ത് ന്യൂസിന്റെ പേരിലും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.